ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ കരുത്തി കിളിക്കുണ്ടിൻ്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഹരീഷുമായിട്ടുള്ള പ്രണയത്തിന്റെ കാര്യമൊക്കെ നമ്മളെ നീതുവിന്റെ ഏട്ടനെ അറിഞ്ഞിട്ട് ഹരീഷിന്റെ വീട്ടിൽ പോയിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഹരീഷ് അവിടെ ഉണ്ടായിരുന്നില്ല. ഹരീഷ് ഷോപ്പിലായിരിക്കും. ഇവിടെ വന്ന ആദ്യം ഭാസ്കരൻ അച്ഛനോടായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ അന്നേരവും നീതുവിന്റെ ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നതെന്നൊന്നും അറിയില്ല. ഭാസ്കരൻ അച്ഛനും അതുപോലെ തന്നെ സുഭാഷ് ഏട്ടനും അതുപോലെ തന്നെ സുധീഷൊക്കെ ആയിരുന്നു ആ നേരത്തെ അവിടെ ഉണ്ടായിരുന്നത്. അവർ വിചാരിക്കും ബൈക്ക് കേടായിട്ട് അതിനെപ്പറ്റി ചോദിക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര റോങ് ആയിട്ടാണ് നമ്മളെ നീതുവിന്റെ ഏട്ടൻ സംസാരിക്കുന്നത്. അപ്പോഴും കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കുതർക്കങ്ങളൊക്കെ ആയി. സംസാരത്തിനൊക്കെ ശേഷം അവസാനമാട്ടോ പറയുന്നത്, നിങ്ങളുടെ അനിയൻ ഹരീഷ് ഉണ്ടല്ലോ, അവനോട് വെറുതെ ഇരിക്കാൻ പറ, എൻ്റെ അനിയത്തിയോട് ഇനി സംസാരിക്കരുതെന്ന് പറയാന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വെറുതെ ഇരിക്കാൻ പറ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നത്, വെറുതെ ഇരുന്നാൽ അവൻ എങ്ങനെ കാശ് കിട്ടും, അവന് പണിക്ക് പോകുന്ന ഒരു കുട്ടിയല്ലേ, അവനോട് വെറുതെ ഇരിക്കാനാണോ പറയേണ്ടത് എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അന്നേരം ഒന്നും ഇവർക്ക് കാര്യം മനസ്സിലായിരുന്നില്ല. പിന്നെയാണ് അനിയത്തിയുമായിട്ടുള്ള പ്രേമക്കേസാണെന്നുള്ള സംഭവം മനസ്സിലായി. നിന്റെ അനിയത്തിയുടെ പേരെന്താന്നൊക്കെ സുധീഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീതു എന്ന് പറയുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. സുഭാഷേട്ടൻ പറയുന്നുണ്ട്, നിന്റെ അനിയത്തിക്ക് എൻ്റെ അനിയനെ ഇഷ്ടമാണ്, അതവൾ ഈ വീട്ടിൽ വന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ എൻ്റെ അനിയനും അവളെ ഇഷ്ടമാണ്, നമുക്ക് രണ്ട് കൂട്ടർക്കും കൂടി എന്ന് പറയുമ്പോൾ തന്നെ അവളുടെ ഏട്ടന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടോ. കാരണം നിങ്ങൾ കല്യാണം ആലോചിക്കാൻ വന്നതായിരിക്കുമല്ലേ, ഈ വീട്ടിലേക്ക് എൻ്റെ അനിയത്തിയെ ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ നാണമൊന്നുമില്ലേ? നാട്ടുകാരൊക്കെ ഈ വീടിനെ കുറിച്ച് എന്താ പറയുന്നത് നിങ്ങൾക്കറിയോ? 5 ആണുങ്ങൾ താമസിക്കുന്ന ലോഡ്ജ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വീട്ടിലേക്ക് എൻ്റെ അനിയത്തിയെ ഞാൻ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാക്കുതർക്കങ്ങളൊക്കെ ആയി. അപ്പോൾ ഭാസ്കരനച്ഛൻ പറയുന്നുണ്ട്, നീ നിന്റെ പെങ്ങളെ അടങ്ങിയിരിക്കാൻ വേണ്ടി പഠിപ്പിക്കുക, അവളാണ് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത്, അല്ലാതെ ഇവൻ അങ്ങോട്ട് പോയി നിന്റെ വീട്ടിൽ വന്ന് ഇറക്കി കൊണ്ടുവന്ന് സംസാരിക്കുന്നൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ അനിയനും നിന്റെ അനിയത്തി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തും, തടയാൻ പറ്റുകയാണെങ്കിൽ നീ തടയുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ ചെറിയ അടിയൊക്കെ ഉണ്ടായപ്പോൾ അഖിലിന്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ സുധീഷിനെ സുഭാഷേട്ടനും പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. നീ ഇവിടെ വന്ന് ഡയലോഗ് അടിക്കാതെ നിന്റെ അനിയത്തിയെ പോയി പഠിപ്പിക്കുന്നൊക്കെ ഭാസ്കരനച്ഛൻ പറയുന്നുണ്ട്. ഇവിടെ നിന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരവിടുന്ന് ഓടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളെ സുധീഷും നിധിയും കൂടി വക്കീലിന്റെ അടുത്ത് പോകുന്നതാട്ടോ. അവിടെ പോയിട്ട് ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നിധിയാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് കേട്ടോ. സുധീഷ് ആണെങ്കിൽ ഭയങ്കര സാഡിലാണ് ഇരിക്കുന്നത്. വക്കീല് എന്താ കാര്യം, പ്രശ്നം എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കോടതിയുടെ മുന്നിൽ ബോധിപ്പിക്കേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ റീസൺ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇത് കൊടുക്കുന്നത്, അപ്പം റീസണിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു റീസൺ വേണം, എനിക്ക് കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഒരു റീസൺ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം നമ്മളെ നിധി പറയുന്നുണ്ട്, ഇതൊരു അപ്രതീക്ഷിതമായിട്ടുണ്ടായ കല്യാണമാണ്, അല്ലാതെ വീട്ടുകാരുടെ ഫോഴ്സിലോ അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ടോ ഒന്നും ഉണ്ടായ കല്യാണമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ സുധീഷ് ഭയങ്കര സാഡിലാണ് ഇരിക്കുന്നത്. എന്തായാലും വക്കീല് സുധീഷിനോട് കുറച്ച് നേരം പുറത്തിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, നിധിയോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പേഴ്സണലായിട്ട് നിധിയുടെ അടുത്ത് വക്കീല് ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നിധി പറയുന്നത്, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ തമ്മിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളുമില്ല, കാരണം ഞങ്ങൾ അങ്ങനെ സ്നേഹിച്ചിട്ടോ ആരുടെയും ഫോഴ്സിലൊന്നും അല്ല കല്യാണം കഴിച്ചത്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവോഴ്സ് ആയാലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പുതിയ ലൈഫ് ഉണ്ടാവുള്ളൂ, രണ്ടുപേർക്കും പിന്നെ അവനവൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഇനി നിങ്ങൾ പുറത്തിരിക്കൂ, അയാളോട് ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ സുധീഷിനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ നിധിക്ക് അതൊന്നും ഇഷ്ടമല്ല. സംഭവം ശരിയാണ്, അപ്രതീക്ഷിതമായിട്ടുണ്ടായ കല്യാണമാണെങ്കിൽ കൂടി എനിക്കിത് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നമ്മൾ വക്കീൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കിത് രണ്ടുപേരെയും ഇരുത്തി മ്യൂച്വലായിട്ട് പറഞ്ഞ് സോൾവ് ചെയ്തോളാൻ ചോദിക്കുമ്പോൾ, അതൊന്നും ശരിയാവില്ല വക്കീലെ എന്നാട്ടോ പറയുന്നത്. എന്തായാലും അപ്പോൾ ഇത് പ്രൊസീഡ് ചെയ്യട്ടെന്ന് ചോദിക്കുമ്പോൾ, പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം എന്തായാലും സംസാരിച്ചാലും ശരിയാവാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിയെ കൂടി ഉള്ളിലേക്ക് വിളിച്ചിട്ട് ഒരു പേപ്പറിൽ സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ നിധി വേഗം സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സുധീഷ് ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നിധി പറയുന്നുണ്ട്, സൈൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷും സൈൻ ചെയ്യാണ്. എന്തായാലും ആ സമയത്ത് നമ്മളെ സുധീഷിൻ്റെ മുഖമൊക്കെ ഭയങ്കര സാഡ്, ഭയങ്കര ടെൻഷനൊക്കെയാണ്. നിധിക്ക് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ അവർ രണ്ടുപേരും വക്കീലിൻ്റെ അടുത്തൊക്കെ പോയി വരുന്ന വഴിയിലാണ് ഒരു ചാനലിൻ്റെ ടീമിനെ കാണുന്നുണ്ട്. അവർ ഒരാളുമായിട്ട് ഭയങ്കര സംസാരത്തിലൊക്കെ ആയിരുന്നു. പെട്ടെന്ന് നമ്മളെ സുധീഷ് ഭയങ്കരമായിട്ട് പരിചയമുള്ളതുപോലെ സംസാരിക്കുന്നുണ്ട്. നീലക്കുറിഞ്ഞി ചാനലല്ലേ, എനിക്കറിയാം, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇപ്പം നിങ്ങൾക്ക് മില്യണൊക്കെ ആവാനായിട്ടുണ്ടായിരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ്. അപ്പോൾ അവരെ ഒന്ന് രണ്ടുപേരും നിർത്തി സംസാരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ നമ്മളെ നിധിയാണെങ്കിൽ വേണ്ടാന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. സുധീഷണം കുഴപ്പമില്ല, ഇത് രസമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കുറച്ച് നേരത്തെ കാര്യമുള്ളൂ. അങ്ങനെ അവരോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കപ്പിൾസ് അല്ലെന്ന് പറയുമ്പോൾ, ആ കപ്പിൾസാണ്, എൻ്റെ വൈഫാണെന്നൊക്കെ പറഞ്ഞ സുധീഷ് ഭയങ്കര ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും
നിധിയുടെ ഫേവറേറ്റ് കാര്യങ്ങളൊക്കെ സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ സുധീഷ് എല്ലാം കറക്റ്റായിട്ട് ആൻസർ പറയുന്നുണ്ട്. ഇതെല്ലാം ശരിയാണെന്ന് നിധി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് നിധിയോട് ചോദിക്കുന്നുണ്ട് സുധീഷിൻ്റെ ഓരോ ഫേവറേറ്റ് കാര്യങ്ങൾ. സുധീഷിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ നിധി മിസ്റ്റേക്കോട് കൂടിയിട്ടാട്ടോ പറയുന്നത്. നമ്മളെ നിധിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അങ്ങനെ അവർ തമ്മിലുള്ള ഈ സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സ്നേഹസമ്മാനം പോലെ നീലക്കുറിഞ്ഞി ചാനൽ ഇവർക്കൊരു ഫ്ലവർ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ നിധിക്ക് ഭയങ്കര അത്ഭുതം കേട്ടോ. എങ്ങനെ സുധീഷിന് ഇത്ര കറക്റ്റായിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്, അപ്പോൾ പിന്നെ അറിയാതിരിക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടും സുധീഷിൻ്റെ കാര്യങ്ങൾ നിധിക്ക് അറിയില്ല. അപ്പോൾ എന്നിട്ട് നീ എൻ്റെതെല്ലാം തെറ്റിച്ചല്ലോ എന്ന് പറയുമ്പോൾ നിധി പറയുന്നത് ഇതൊരു തരം ഗസ്സാണ്, സുധീഷും ഗസ് ചെയ്തതാണ്, ഞാനും അതുപോലെ തന്നെ ഗസ് ചെയ്തു. എന്നിട്ട് എന്താ നീ ഫുള്ള് തെറ്റല്ലേ പറഞ്ഞത്, എൻ്റെ ഗസ് ശരിയായില്ലേ എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ശരി, നമുക്ക് ഇനി പോവാന്ന് പറഞ്ഞ് നിധി സുധീഷിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിലുള്ള ബൊക്ക അവിടെ നിലത്ത് ഇടുന്നുണ്ട് കേട്ടോ. അവർക്ക് ഗിഫ്റ്റ് കൊടുത്ത ബൊക്ക ഉണ്ടായിരുന്നു, അത് കയ്യിൽ നിന്ന് നിലത്തിടുന്നുണ്ട്. പക്ഷേ അവർ തമ്മിലുള്ള ആ ഒരു ചാനലുകാർ വന്ന് സംസാരിച്ചപ്പോൾ നിധിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിധിക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഒരു താല്പര്യം സുധീഷിൽ ഉണ്ടായി എന്ന് അവളുടെ ഫേസിൽ നിന്ന് തോന്നുന്നുണ്ട്. കാരണം സുധീഷിനെ കുറിച്ച് തനിക്കറിയാത്ത കാര്യങ്ങൾ തന്നെ കുറിച്ച് സുധീഷിന് അറിയുന്നുണ്ട്. അത് അവള് സുധീഷിനൊരു സ്പെഷ്യൽ ആയതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സുധീഷിനോട് നിധിക്ക് എന്തോ ഒരു താല്പര്യം ഉള്ളതായിട്ട് അവളുടെ ഫേസിൽ നിന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു ഡിവോഴ്സ് വേണ്ടെന്ന് വെക്കുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും സുധീഷിന് തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം സുധീഷ് ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഒരു ഡിവോഴ്സ് വരെ എത്തില്ലായിരുന്നു. ഇനിയെങ്കിലും സുധീഷ് ഓപ്പൺ ആയിട്ട് പറയുക, അല്ലെങ്കിൽ നിധിയായിട്ട് അത് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കെല്ലാം വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.